നമ്മളെ സംബന്ധിച്ചോളം ഓഫ്ലൈൻ ഓൺലൈൻ എന്നുള്ളൊരു ഡിഫറൻസോട് കൂടിയല്ല നമ്മൾ റിപ്പീറ്റേഴ്സ് കോഴ്സിനെ കാണുന്നത്. നമ്മുടെ ഓഫ്ലൈൻ എന്തൊക്കെ ഫെസിലിറ്റികളാണോ ഉള്ളത് അത് മുഴുവനും ഓൺലൈൻ സ്റ്റുഡൻസിനും അവർക്ക് വിവിധ സ്കോളർഷിപ്പുകളെല്ലാം ഓഫ്ലൈൻ്റെ അതുപോലെ തന്നെയാണോ ആ പ്രോഗ്രാം അസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഇപ്പോൾ ഓരോ വീക്കിനും ഇപ്പോൾ ഓരോ ഓഫ്ലൈനിലെ ഒരു ഗ്രൂപ്പിനാണെങ്കിലും ഓൺലൈൻ്റെ ഒരു ഗ്രൂപ്പിനാണെങ്കിലും പല ടോപ്പിക്കുകളായിരിക്കും എക്സാമിനേഷന് വരിക. അതിനുശേഷം കുറച്ച് റിവിഷൻ നടത്താനായിട്ടുണ്ട് അല്ലെ? ചില കുട്ടികൾക്ക് ചില ചാപ്റ്ററുകൾ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്, അപ്പം റിവിഷൻ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ യൂണിറ്റ് എക്സാമുകൾ, കമ്പൈൻഡ് യൂണിറ്റ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ യൂണിറ്റ്, പിന്നെ ഫുൾ മോഡൽ എക്സാം, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ ഒരു അക്കാഡമിക് എന്ന് പറയുന്നത്. ഓൺലൈൻ ഇത് എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് നടപ്പാക്കുന്നത്? ഈ ഓൺലൈൻ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ കോഴ്സിന്റെ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അവർ സ്റ്റുഡൻസ് ഒരു വർഷം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ആ ഒരു ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ആയിരിക്കും ഒരു പരിധിവരെ കുട്ടികൾ ആശങ്കയോടെ പറയുന്നത്. ഇപ്പോൾ എല്ലാം ലൈവ് സെക്ഷനുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ലൈവ് സെക്ഷനുകൾ മാക്സിമം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിനപ്പുറത്ത് ആ കുട്ടിക്ക് എന്തൊക്കെ ഫെസിലിറ്റികളാണ് ഡൗട്ട് ക്ലിയറൻസ് ഡിസ്കഷനും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു എന്തെങ്കിലും ഒരു പോഷൻ? ഇപ്പോൾ ഒരു പക്ഷേ അത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്ന ഈ മോഡൽ എക്സാമിനേഷൻസ് റൺ ചെയ്യുന്ന സമയത്ത് അവർ കണ്ട ലൈവിന്റെ തന്നെ റെക്കോർഡാണ്, അല്ലാതെ മറ്റൊരു ക്ലാസ് അല്ല. അപ്പൊ അവർക്ക് ഏകദേശം നോട്ടൊക്കെ എഴുതി പോകുന്ന ഒരു സ്റ്റുഡന്റിന് അറിയാം ഏത് ദിവസമാണ് ഏത് കാര്യങ്ങൾ പഠിപ്പിച്ചതെന്നൊക്കെ. അപ്പൊ അവർക്ക് ഒരു ക്ലാരിറ്റി പ്രശ്നം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ അവർക്ക് കറക്റ്റ് അത് സ്പോട്ട് ചെയ്ത് ആ പാർട്ട് ഓഫ് വീഡിയോ എടുത്ത് കാണാം. പിന്നെ മറ്റൊരു അഡീഷണൽ ഫീച്ചർ നമുക്കറിയാം, ഈ ലേണിംഗ് ആപ്പിനകത്ത് അവർക്ക് കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തെയും ഒക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു അപ്പോൾ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ഇതിലൂടെ നമുക്ക് ഏറ്റവും ടോപ്പേഴ്സ് ഉൾപ്പെടെ എയിംസ് ഡൽഹിയിലടക്കം നമുക്ക് കാണിക്കാനായിട്ടുള്ളത്, കോഴിക്കോട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും. ഹൈ ഓൾ, ടാർജറ്റ് നീറ്റ് 2026 വിത്ത് ബ്രില്യൻറ്റ്. റിപ്പീറ്റേഴ്സ് 2026 ബ്രില്യൻറ്റിലെ വിവിധ ഫെസിലിറ്റീസ് പരിചയപ്പെടുത്തുന്ന ഈ സീരീസിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ അജയ് സാറാണുള്ളത്. നമുക്കറിയാം 2026 വിവിധ എൻട്രൻസുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി കേരളത്തിൽ 8ഓളം ഓഫ്ലൈൻ സെൻറ്ററുകളാണ് ബ്രില്യൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും പാലയും എറണാകുളവും തൃശ്ശൂരും കോഴിക്കോടും കോട്ടക്കലും കണ്ണൂരുമെല്ലാം. എന്നാൽ ലോകത്ത് എവിടെയിരുന്നും ബ്രില്യൻറ്റിലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ് ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് 2026 ഓൺലൈൻ മോഡ്. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിലൂടെ നീറ്റ് ക്രാക്ക് ചെയ്ത വിജയികളെക്കുറിച്ചും ഒക്കെയാണ് അജയ് സാർ സംസാരിക്കാനുള്ളത്. സാർ സ്വാഗതം. നമുക്കറിയാം ഒരു വർഷം ഇതിനായിട്ട് മാറ്റി വെക്കുന്നു വിദ്യാർത്ഥികൾ. അപ്പം നമ്മുടെ സെൻറ്ററുകളിലൊക്കെ വരാൻ സാധിക്കുന്ന കുട്ടികളുണ്ട്, കേരളത്തിന് പുറത്തുള്ള കുട്ടികളുണ്ട്, ലോകത്തെമ്പാടുമുള്ള നമ്മുടെ ബ്രില്യൻറ്റിനെ ആശ്രയിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. കോവിഡിന് ശേഷമായിരിക്കാം ഒരു വർഷം ഇത്രയും ഒരു വലിയൊരു ഫെസിലിറ്റി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതെ, അപ്പം എന്താണ് റിപ്പീറ്റേഴ്സ് 2026 ഓൺലൈൻ ക്ലാസ്സുകൾ? ബ്രില്യൻറ്റിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ അങ്ങനെ ഒരു ഡിഫറൻസ് ശരിക്കും സ്റ്റുഡൻസിൻ്റെ എന്നിലെത്തുന്ന സമയത്ത് കൊടുക്കുന്ന രീതിയിലല്ല നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്കറിയാം ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. സ്റ്റുഡൻസിന് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ സ്ഥലം, അതായത് വീടുകളിൽ അവരുടെ റൂമുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തതുകൊണ്ട് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റിയെ ശരിക്കും അത് ഒരുപക്ഷെ കോവിഡാനന്തരമായിരിക്കും അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മൾ സാധ്യതകളെ മനസ്സിലാക്കുന്നത്. പിന്നീട് അതൊന്നൊരു അനിവാര്യതയായിരുന്നു. പിന്നീട് അതിനുശേഷം ഉള്ള വർഷങ്ങളിൽ സ്റ്റുഡൻസിന് ആ കോഴ്സിനോടുള്ള റെസ്പോൺസും അതുപോലെ തന്നെ കോഴ്സിൻ്റെ റിസൾട്ടും അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഓഫ്ലൈൻ ഓൺലൈൻ എന്നുള്ളൊരു ഡിഫറൻസോട് കൂടിയല്ല നമ്മൾ റിപ്പീറ്റേഴ്സ് കോഴ്സിനെ കാണുന്നത്. നമ്മുടെ ഓഫ്ലൈൻ എന്തൊക്കെ ഫെസിലിറ്റികളാണോ ഉള്ളത് അത് മുഴുവനും ഓൺലൈൻ സ്റ്റുഡൻസിനും, ഫാക്കൽറ്റി, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, മെറ്റീരിയൽസ്, ക്ലാസ്സുകൾ എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഓൺലൈനിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ അതേ രീതി എന്ന് പറയുമ്പോൾ ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെ 5-5.5 മണിക്കൂർ ഉള്ള ഒരു 3-4 സെക്ഷനുകളായിട്ട് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകളും. ഉറപ്പായിട്ടും നമ്മൾ ഒരു കോഴ്സ് ഓൺലൈൻ കോഴ്സ് ഡിസൈൻ ചെയ്ത സമയത്ത് നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആദ്യമേ തന്നെ ഒരു പില്ലർ പോലെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ കോഴ്സുകളുടെയും പ്രത്യേകതയാണ്, അതായത് സ്ട്രക്ചർ ചെയ്ത് റെഗുലർ ആയിട്ട് എല്ലാ ദിവസങ്ങളിലും സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. നമുക്കത്
അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഡിവിജ്വലി ഒരു കൊച്ചു വിളിച്ചാൽ പോലും നമ്മൾ പറയും എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അത് ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും അതിനുവേണ്ടി പിന്നീട് അതിനുവേണ്ടി ഇരുന്ന് ചെയ്ത് പഠിക്കുക വേണ്ടത്. അപ്പോൾ ആ ക്ലാസ്സുകൾക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൺലൈനിലേക്ക് വന്നപ്പോഴും നമുക്കറിയാം, അതായത് പിന്നീട് കാണാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ അത് ലൈവായിട്ട് തന്നെ സ്റ്റുഡൻസിന്, ഇപ്പോൾ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റ് ഇവിടെ രാവിലെ എങ്ങനെയാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ 8 മണിക്ക് കൃത്യം നമ്മുടെ ഓൺലൈൻ്റെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് ആദ്യത്തെ സെഷൻ ഇപ്പോൾ 8 മണി മുതൽ 10 മണി വരെയാണ്, രണ്ടാമത്തെ സെഷൻ 11 മണി തൊട്ട് 1 മണി വരെ, മൂന്നാമത്തെ സെഷൻ 3 മണി തൊട്ട് 5 മണി വരെ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അവർ നമ്മുടെ ക്യാമ്പസിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു വീട്ടിലിരിക്കുമ്പോഴും ആ ലൈവായിട്ട് അതേ സമയത്ത് പ്രൊഫസർ അവൈലബിൾ ആവുന്നു, ഡൗട്ടുകൾ ചോദിക്കുന്നു, അതായത് ലൈവായിട്ട് തന്നെ അതിനകത്ത് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഓഫ്ലൈൻകാർ പഠിക്കുന്ന അതേ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഓൺലൈൻകാരും പഠിക്കുന്ന. 27ഓളം ടെക്സ്റ്റുകളുണ്ട്. അതെല്ലാം അവർക്ക് രണ്ടുപേർക്കും കോമൺ ആണ്. അപ്പോൾ ഒരാഴ്ചയിലെ ആ ക്ലാസ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതി തന്നെ അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്കിപ്പോൾ ഒരു പക്ഷേ ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ് മിസ്സായി പോയാൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടി ആ ലൈവിന്റെ തന്നെ റെക്കോർഡ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് മിസ്സായി പോവുക എന്ന് പറഞ്ഞൊരു സാഹചര്യം ഓൺലൈനെ സംബന്ധിച്ചോടെ ഇല്ല. ഇനി അതല്ല, അത് തന്നെ ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ പോലും ആ റെക്കോർഡ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യുക. അത് കോഴ്സ് തീരുന്നത് വരെ, അതായത് അവരുടെ ഒറിജിനൽ എക്സാമിനേഷൻ മെയിൽ നടക്കുന്നത് വരെ ഈ എല്ലാ ക്ലാസ്സുകളും അവർക്ക് അവൈലബിൾ. അത് യഥാർത്ഥത്തിൽ ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാൾ ഒരു വലിയ ഫീച്ചർ ആണല്ലേ. കാരണം ഒരു ഫാക്കൽറ്റി ഒരു പോയിന്റ് വളരെ ഡീപ്പായിട്ട് ക്ലാസ് എടുക്കുന്നു. ഒരുപക്ഷെ ഒരു അല്പം ക്ലാരിറ്റി കുറവുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ക്ലിയർ ആയില്ലെങ്കിൽ, ആ കുട്ടി ക്ലിയർ ആയില്ലെങ്കിൽ അതിന്റെ തന്നെ ക്ലാസ്സുകൾ എൻട്രൻസ് എക്സാം വരെ 1 വർഷത്തോളം അവർക്ക് അത് അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. അതായത് എന്തെങ്കിലും ഒരു പോർഷൻ, ഇപ്പോൾ ഒരു പക്ഷേ അത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്ന ഈ മോഡൽ എക്സാമിനേഷൻസ് റൺ ചെയ്യുന്ന സമയത്ത് അവർ കണ്ട ലൈവിന്റെ തന്നെ റെക്കോർഡാണ്, അല്ലാതെ മറ്റൊരു ക്ലാസ് അല്ല. അപ്പൊ അവർക്ക് ഏകദേശം നോട്ടൊക്കെ എഴുതി പോകുന്ന ഒരു സ്റ്റുഡന്റിന് അറിയാം ഏത് ദിവസമാണ് ഏത് കാര്യങ്ങൾ പഠിപ്പിച്ചതെന്നൊക്കെ. അപ്പൊ അവർക്ക് ഒരു ക്ലാരിറ്റി പ്രശ്നം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ അവർക്ക് കറക്റ്റ് അത് സ്പോട്ട് ചെയ്ത് ആ പാർട്ട് ഓഫ് വീഡിയോ എടുത്ത് കാണാം. അങ്ങനെയുള്ളൊരു വലിയ സൗകര്യം ഓൺലൈൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ. ഇപ്പൊ നമുക്ക് സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞു, ഏതാണ്ട് 27ഓളം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. എങ്ങനെയാണ് ഇത് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന PDF ആയിട്ട് ഓൺലൈനായിട്ട് കൊടുക്കണം? എങ്ങനെയാണ് ഇവർക്ക് ഇത് അവൈലബിൾ ആക്കുന്നത്? ശരിക്കും നമ്മുടെ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് 2 രീതിയിൽ ശരിക്കും കോഴ്സിന് ജോയിൻ ചെയ്യാം. വിത്ത് മെറ്റീരിയൽ എന്നുള്ള രീതിയിലും വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള രീതിയിലും. പക്ഷെ നമുക്കറിയാം ഒരു റിപ്പീറ്റേഴ്സ് കോഴ്സിന് മെറ്റീരിയൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ 27 സ്റ്റഡി മെറ്റീരിയൽസും PDF ആയിട്ട് നമ്മുടെ കോഴ്സ് ഏത് രീതിയിലാണല്ലോ റിപ്പീറ്റേഴ്സ് കോഴ്സ് അതിൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും PDF ആയി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർഡ് കോപ്പി ആയിട്ട് ഇത് ചെയ്യാം, കാരണം 27ഓളം ടെക്സ്റ്റ് ഉണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പം പല സ്റ്റുഡൻസും ആ ഒരു ക്ലാസ് ഓൾറെഡി അവർ ഓൺലൈനാണ് കാണുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ എന്നുള്ള രീതിയിൽ പലരും ഇത് ഹാർഡ് കോപ്പി തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ വിത്ത് മെറ്റീരിയൽ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ബൈ ഇന്ത്യ പോസ്റ്റ് ഇവിടുന്ന് മെറ്റീരിയൽ അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. വീട്ടിലെത്തിച്ചു കൊടുക്കുക. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. എബ്രോഡുള്ള സ്റ്റുഡൻസും അത് കൊറിയർ സർവീസ് അവർ ഇവിടുന്ന് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻട്രൻസിന്റെ ഒരു ലോജിക് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും തിയറി അല്ലെ കൺസെപ്റ്റിനെ ബേസ് തന്നെയാണ്. നമ്മൾ എത്രത്തോളം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ഒരു കുട്ടിക്ക് ഇപ്പോൾ സ്റ്റേറ്റ് പഠിച്ചവരുണ്ട്, CBSE പഠിച്ചവരുണ്ട്, ISC പഠിച്ചവരുണ്ട്, വിവിധ വർഷങ്ങളിൽ പഠിച്ചവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പം തിയറിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിന്റെ പ്രാധാന്യം നമുക്കറിയാം. മുഴുവൻ ക്ലാസ്സുകളും തിയറി ഉൾപ്പെടെയുള്ള എടുത്തിട്ട് തന്നെയാണോ പരീക്ഷകളിലോട്ട് പോകുന്നത്? അങ്ങനെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ കോഴ്സിനെ സംബന്ധിച്ചോളം നമുക്കറിയാം ആ ഒരു ഓരോ ബാച്ചിലുള്ള സ്റ്റുഡൻസ് തന്നെ പല കാറ്റഗറി ഉണ്ട്. അവര് +2 കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുന്നവരുണ്ട്, +2ന്റെ കൂടെ തന്നെ അതിൽ ഈ ഓൺലൈൻ ആയതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഒരു BDSO അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഒരു ഡ്രീം എന്നാലും പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു വലിയ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് ആണ് ശരിക്കും ഓൺലൈനിലുള്ളത്. ക്ലാസ് ടീച്ചേഴ്സും മെന്റേഴ്സും എപ്പോഴും പറയും, അതായത് ഡീൽ ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ ഒരു വൈഡ്. അപ്പോൾ ഇവർക്കെല്ലാം നമുക്കറിയാം പ്രിപ്പറേഷൻ്റെ സ്റ്റേജിൽ നമുക്കറിയാവുന്ന ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, അതായത് എന്താണെങ്കിലും സിലബസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സാം ടഫ് ആവാം, സിമ്പിൾ ആവാം, പക്ഷേ ആ സിലബസിൽ നിന്നായിരിക്കും അതിൻ്റെ ആ കൺസെപ്റ്റ് ഡീപ്പൻ ചെയ്യുക. അതുവഴി മാക്സിമം ഏത് പുതിയ ക്വസ്റ്റ്യൻ കണ്ടാലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്.
അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും പോകുക. അതുകൊണ്ട് നമ്മളിപ്പോൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണല്ലോ, അവർ ഓൺലൈനിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കും, നമുക്ക് അറിയാമായിരിക്കും, വലിയൊരു കാര്യങ്ങൾ അറിയാമായിരിക്കും, പക്ഷെ ഒരു റിവിഷൻ പർപ്പസ് എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ ആ ക്ലാസ്സുകളിലൂടെ ഉറപ്പായിട്ടും പോകണം. കാരണം നമ്മൾ മത്സരിക്കുന്നത് കുറച്ചുകൂടെ പുതിയ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ ലൈവായിട്ട് എടുത്ത് തന്നെ തീർത്തിട്ടാണ് മോഡൽ എക്സാമിന്റെ പാറ്റേണിലോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു അഡീഷണൽ ഫീച്ചർ നമുക്കറിയാം, ഈ ലേണിംഗ് ആപ്പിനകത്ത് അവർക്ക് കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷത്തെയും ഒക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നു, നമുക്കിപ്പോൾ അന്ന് കണക്ട് ആവുന്നില്ല എങ്കിൽ പോലും നമുക്ക് മറ്റൊരു പ്രൊഫസറിന്റെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഈ ലേണിംഗ് ആപ്പിന്റെ എല്ലാ ഫെസിലിറ്റികളും ഇവർക്കും കിട്ടുന്നുണ്ട്. അതപ്പോൾ നമ്മൾ സിലബസ് വെച്ചിട്ട് നല്ല തിയറി നല്ല ഫോക്കസ് ചെയ്തിട്ടുള്ള രീതി തന്നെയാണ് ഓൺലൈൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം. പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാണ് ക്ലാസ്സുകൾ, ശനി ഞായർ സ്റ്റഡി ലീവാണ്, എല്ലാ തിങ്കളാഴ്ചയും നീറ്റിന്റെ അതേ പാറ്റേണിലുള്ള പരീക്ഷകളാണ്. അങ്ങനെയാണ് നമ്മൾ ജനുവരി കൊണ്ട് ടോപ്പിക് തീർക്കുന്നത്. ഓൺലൈൻ്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ്? ഓൺലൈൻ്റെ ആ ഒരു വീക്കിന്റെ സ്ട്രക്ചറിൽ ക്ലാസിന്റെ കാര്യങ്ങളിൽ വ്യത്യാസമില്ലെങ്കിലും പിന്നീടുള്ള, അതായത് സാറ്റർഡേ സൺഡേ അതുപോലെ എക്സാം ഡേകൾ വരുന്നതുമായിട്ടൊരു ചെറിയ ഡിഫറൻസ് ഓഫ്ലൈനുമായിട്ട് വരുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് ആകെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. ആ ക്ലാസ്സുകൾക്ക് ശേഷം സാറ്റർഡേ ശരിക്കും ഇവർക്ക് സ്റ്റഡി ലീവ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ സാറ്റർഡേ ഈവനിങ് 7:30 to 8:30 ഒരു 1 hourന്റെ NCERT എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻസിന്. ആ വീക്കിൽ പഠിപ്പിച്ച ടോപ്പിക്കിന്റെ തന്നെയായിരിക്കും നേരത്തെ തന്നെ ഒരു മാസത്തെ ഷെഡ്യൂൾ ആണ് ഓൺലൈൻ സ്റ്റുഡൻസിന് കൊടുത്തു പോകുന്നത്. അപ്പോൾ ആ NCERT എക്സാമിനേഷൻ അന്ന് വൈകുന്നേരം എഴുതാം, പക്ഷെ അന്ന് അവർക്ക് എന്തൊക്കെയാണ് തെറ്റിപ്പോയെന്നൊക്കെ മനസ്സിലാക്കാൻ അനലിറ്റിക്സ് കൊടുക്കും. പക്ഷെ റാങ്ക് അനൗൺസ്മെന്റ് അന്ന് നടത്തില്ല. പിറ്റേ ദിവസം, അതായത് സൺഡേ, അതാണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ ഡേ. എല്ലാ സൺഡേയും 2 PM to 5 PM നമുക്ക് നീറ്റ് വീക്കിലി എക്സാമിനേഷൻ, അത് കമ്പൽസറിയുമാണ് ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിന് എല്ലാവർക്കും. മെന്റേഴ്സ് ആ സമയത്ത് അവരുടെ പ്രൊഫൈൽ മോണിറ്ററും ചെയ്യും. സ്റ്റുഡൻസിന് ആ 2 to 5, അതായത് നീറ്റ് എക്സാമിന്റെ അതേ സമയത്ത് അവരെ എല്ലാ സൺഡേയും എക്സാം എഴുതും. ആ 5 PM ആ എക്സാമിനേഷൻ കഴിയുമ്പോൾ അതിന്റെ അനലിറ്റിക്സ്, അന്ന് ഈവനിങ് 8 PM തന്നെ അതിന്റെ റാങ്ക് അനൗൺസ്മെന്റ്, എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ സ്റ്റുഡൻസിന് അവർക്ക് ഏതൊക്കെയാണ് തെറ്റിപ്പോയതെന്നും ഏതൊക്കെയാണ് കറക്റ്റ് ആയത്, അതുപോലെ തന്നെ എക്സാം അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. അതുവഴി ഒരു കൊച്ചിന് അയാൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ എത്ര ശതമാനം സ്റ്റുഡൻസ് ശരിയാക്കി, അങ്ങനെ ഒരു റിലേറ്റീവ് ടഫ്നെസ്, അതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഓൺലൈൻ എക്സാം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കോഴ്സ് തീരുന്നത് വരെ അവർക്കത് അവൈലബിൾ ആവും. ഇപ്പോൾ മോഡലൊക്കെ വരുന്ന സമയത്ത് ഏത് ചാപ്റ്റർ ടഫായി വരുന്നു, ഇതിൽ എനിക്ക് നേരത്തെ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ധാരാളം കുട്ടികൾ ചെയ്യുന്നത് അവനോട് തെറ്റിപ്പോയത് പ്രത്യേക ഒരു ഡയറിയിൽ എഴുതി വെച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അത് ഓൾറെഡി അവരുടെ ക്ലാസ്സസ് ആപ്പില് അത് കറക്റ്റ് ആയിട്ട് അത് ബുക്ക് മാർക്ക് ചെയ്തതുപോലെ വളരെ വളരെ എഫക്റ്റീവായിട്ട് വിനിയോഗിച്ചവരുടെ ഒക്കെ നമുക്ക് വീഡിയോകൾ നമുക്ക് കാണാം. പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് തെറ്റിപ്പോയി. അതാണ് ഞാൻ ലാസ്റ്റ് വീക്കിൽ മെയ് മാസം അടുക്കുമ്പോൾ പഠിച്ചതെന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരുന്ന ഈ എക്സാമിനേഷൻസ്, അതായത് ഈ 2 PM to 5 PM നടക്കുന്ന എക്സാമിനേഷന്റെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയും അവർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ആൻസർ കീ വിത്ത് ഹിൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 5 മണിക്ക് എക്സാം കഴിഞ്ഞാൽ ഒരു 5:05 തന്നെ ഈ ആൻസർ കീ വിത്ത് ഹിൻസ് കൊടുക്കും. ഒരു മണിക്കൂർ സമയം സ്റ്റുഡൻസിന് അത് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള ഓപ്ഷൻ. അതായത് ഒരു നീറ്റ് എക്സാം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ ഒരു 6 PM കൂടി അതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ കൊടുക്കും. അത് സ്റ്റുഡൻസ് കണ്ട് കറക്ഷൻ ഒക്കെ വരുത്താൻ ഒരു 2 hour എടുക്കും. അത് കഴിയുമ്പോൾ കറക്റ്റ് 8 PM നമ്മുടെ റാങ്ക് അനൗൺസ്മെന്റ് നടക്കും. അടുത്ത വീക്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ വരുന്നതെന്നൊക്കെ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ് ഒക്കെ സ്റ്റുഡൻസിനോട് സംസാരിക്കും. അവർക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇങ്ങനെയാണ് അതിന്റെ ഒരു ആഴ്ചയിലെ സ്ട്രക്ചർ. മൺഡേ വീണ്ടും രാവിലെ 8 AM തന്നെ അടുത്ത സെഷൻ ക്ലാസ്സുകൾ. ശരി, ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഏകദേശം ഒരു 5000-ന് മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് ക്ലാസ്സുകളാക്കുന്നതും, അപ്പോൾ അതിൻ്റെ ഈ ടൈം ടേബിളിൻ്റെ കാര്യങ്ങൾ, പരീക്ഷയുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഓഫ്ലൈൻ ഒരു ക്ലാസ് മെൻറ്റർ സിസ്റ്റം ഉണ്ട്. അതാണ് ബുള്ളറ്റിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ പിന്നിലുള്ള യഥാർത്ഥ ഒരു പില്ലർ തന്നെ. ഓൺലൈൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ? ഈ മെൻറ്റർഷിപ്പിൻ്റെ കാര്യത്തിലും ശരിക്കും നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ, അതായത് നമ്മൾ അതായത് കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാം
ഇപ്പോൾ അവരെല്ലാം ഡോക്ടേഴ്സ് ഒക്കെയാണ്, MD ഒക്കെ എടുത്തവരെ നമുക്ക് തന്നെ അറിയാം. നമ്മൾ അവർ പലരും ഇപ്പോൾ ക്യാമ്പസ് ഒക്കെ റീവിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് എപ്പോഴും തിരിച്ചു വരുമ്പോൾ അവരുടെ ആ മെന്റേഴ്സിനെ കാണാനായിട്ടുള്ള ഒരു, ഞാനും ഇത് ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്തും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു കാര്യമാണ്, അതായത് ആ മെന്റർഷിപ്പ്. ഓൺലൈൻ ആണ് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളത് കൊണ്ട് ആ മെന്റർഷിപ്പ് ഒരിക്കലും അവർക്ക് നഷ്ടമാകരുത്. കുറച്ചും കൂടെ സ്റ്റുഡൻസിലേക്ക് എത്താനുള്ള ഒരു അവസരം ഓൺലൈൻ മെന്റർഷിപ്പിനുണ്ട്. കാരണം ഇൻഡിവിജ്വലി അവരോട് സംസാരിക്കാം, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിനെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീക്കിൽ മിനിമം 2 തവണ, ഒരു തവണയല്ല 2 തവണ എന്താണെങ്കിലും മെൻറ്റേഴ്സ് സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്യും. അവരുടെ ഈ ഓരോ സ്റ്റുഡൻറ്റും ഇപ്പോൾ ഈ ലേണിംഗ് ആപ്പിലായിക്കോട്ടെ ക്ലാസ്സസ് ആപ്പിലായിക്കോട്ടെ അവരതിനകത്ത് ചെയ്യുന്ന ഓരോ ഇപ്പോൾ ക്വസ്റ്റ്യൻസ്, അവരെഴുതുന്ന എക്സാം, ക്ലാസ്സുകൾ, അതിൻ്റെ എല്ലാം ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടുന്ന് മെന്റേഴ്സിന് കൊടുക്കുന്നത്. ഒരു ദിവസം എത്രത്തോളം സമയം ക്ലാസ്സുകൾ കണ്ടു, പരീക്ഷ എഴുതിയത്, അതെല്ലാം ക്ലാസ് മെന്റർക്ക് മോണിറ്റർ ചെയ്യാനായിട്ടും അതായത് ആ സമയം രക്ഷകർത്താക്കളെ ഉൾപ്പെടെ ഉള്ളത് അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ മാത്രമല്ല പേരൻസുമായിട്ട് അവർ മാക്സിമം ഇൻ ടച്ചിലാണ്. ഈ പേരൻസിനും ഇപ്പോൾ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൺസേൺ ഒക്കെ മെന്ററിനോട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഓൺലൈൻ ബാച്ച് ആണെന്ന ഒരു ബാച്ചിൽ 150 പിള്ളേർ, ആ ഒരു രീതിയിലല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഓൺലൈൻ ഡിസൈൻ ചെയ്തപ്പോഴേ ഓഫ്ലൈനിന് നമ്മൾക്കൊരു സ്റ്റുഡൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കെയർ, അത് എത്രത്തോളം ഓൺലൈൻ സ്റ്റുഡൻറ്റും കൊടുക്കാൻ പറ്റും നമ്മൾ ആദ്യം ആലോചിച്ചു. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ്, ഒരു ഓഫ്ലൈൻ ബാച്ചാണ് ഇവിടെ വരുന്നതെങ്കിൽ എത്ര സ്റ്റുഡൻസിനാണ് ഒരു ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ ആയിരിക്കണം ഓൺലൈൻ ബാച്ചിനും. അത്രയും സ്റ്റുഡൻസിന് ഒരു ക്ലാസ്, ഇപ്പോൾ 60 to 75 സ്റ്റുഡൻസിന് ഒരു ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഓൺലൈനും ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം ആ ക്ലാസ് ടീച്ചർക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വലി ആ ഓരോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മുടെ മെറിറ്റ് ഡേക്കൊക്കെ ഇവരെല്ലാം വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അതായത് ഒരു വർഷമായിട്ട് അവർ ത്രൂ ഫോണിലൂടെ മാത്രം കോൺടാക്ട് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിനെ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടെ വന്ന് കാണുന്നതും അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതും ടീച്ചേഴ്സിന്റെ ആ സന്തോഷം. ഇവര് നമ്മൾ ഇത്രയും മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് പിള്ളേരെ ആദ്യമായിട്ട് കാണുന്നത് ഒരു പക്ഷേ എന്താ പറയുക ആ മെറിറ്റ് ഡേക്കാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു മെന്റർ സ്റ്റുഡൻറ് ആ ഒരു റിലേഷൻ അത് ഇപ്പോൾ കഴിഞ്ഞു പോയാൽ ഇപ്പോൾ 22-ലാണ് നമ്മൾ ഓൺലൈൻ ആക്കിയത്. ഇപ്പോൾ 22-ലും 23, 24, ഇപ്പോൾ 25-ൻ്റെത് നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ഇത് തന്നെയാണ്, നമുക്കറിയാം എന്താണ്. പിന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറയില്ല. എങ്കിൽ പോലും 24 വരെയുള്ള നമ്മുടെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതാണ് മെന്ററും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻ വളരെ ഹെൽത്തിയാണ്. തീർച്ചയായും. അതുപോലൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ആയിരിക്കും ഒരു പരിധിവരെ കുട്ടികൾ ആശങ്കകൾ പറയുന്നത്. ഇപ്പോൾ എല്ലാം ലൈവ് സെക്ഷനുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ലൈവ് സെക്ഷനുകൾ മാക്സിമം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിനപ്പുറത്ത് ആ കുട്ടിക്ക് എന്തൊക്കെ ഫെസിലിറ്റികളാണ് ഡൗട്ട് ക്ലിയറൻസ് ഡിസ്കഷനും ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു? ശരിക്കും ഓൺലൈൻ കോഴ്സിന് ശരിക്കും ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റുഡൻസിനും പേരൻസിനും ഇപ്പോൾ നമുക്ക് എൻക്വയറി കോളിലും ഒക്കെ വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ സാർ ഇപ്പോൾ ചോദിച്ചത്, ഇത് എങ്ങനെയാണ് ഈ ഓഫ്ലൈനിൽ എപ്പോഴും പ്രൊഫസേഴ്സുമായിട്ട് ഇൻ ടച്ചിലിരിക്കുന്ന സ്റ്റുഡൻസ് അവരെ പോലെ എങ്ങനെ ഇവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു മൾട്ടി ലെവൽ സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൗട്ട് ക്ലിയറൻസിന്. അത് ഒരുപാട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അത് ഓഫ്ലൈനേക്കാളും ഒന്നുകൂടി ഒരു എഫേർട്ട് സ്റ്റുഡൻസിന്റെ സൈഡിൽ കൂടെ വരേണ്ടി വരും ഡൗട്ട് ക്ലിയറൻസ്. അത് ഓഫ്ലൈൻ ആണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രൊഫസർ അവൈലബിൾ ആണെങ്കിൽ സ്റ്റുഡന്റ് അവിടെ ഡൗട്ട് ചോദിക്കണം. അപ്പോൾ ഓൺലൈനിന് ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസിന്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സാറിനോട് ആദ്യം നമുക്ക് ക്ലാസ്സുകൾ ലൈവ് ആണ്. ഇപ്പോൾ 8 AM to 10 AM ലൈവ് ക്ലാസ് ആണ്. ഇപ്പോൾ മേ ബി ഇപ്പോൾ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പാർട്ട് 1 ലൈവ് സെഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് പ്രൊഫസർ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അന്നത്തെ ക്ലാസ്സിന്റെ ഡൗട്ട് സ്റ്റുഡൻസിന് നേരിട്ട് ലൈവിലുള്ളവർക്ക് ത്രൂ ചാറ്റ് പാനൽ അല്ലെങ്കിൽ റൈസ് എ ഹാൻഡ് ഓപ്ഷൻ വെച്ച് സ്റ്റുഡൻസിന് നേരിട്ട് ചോദിക്കാം. അപ്പോൾ കുറേയൊക്കെ ഡൗട്ടുകൾ ആ ഒരു രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞു സൺഡേ നമുക്ക് നീറ്റ് വീക്കിലി എക്സാം ഉണ്ട്. അതിനു മുമ്പ് ആ സൺഡേയിലെ എക്സാം ടോപ്പിക്കുകൾ അത് മിക്കവാറും ആ വീക്കിൽ പഠിപ്പിച്ച ടോപ്പിക്കുകൾ തന്നെയായിരിക്കും. അതിന്റെ ഒരു എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ് പിന്നെയും അവർക്ക് കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ അവരെ പഠിപ്പിച്ച പ്രൊഫസറുടെ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫസറുടെ ഒരു എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ്. ഇതൊന്നും കൂടാതെ നമുക്കറിയാം ഇ ലേണിംഗ് ആപ്പ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഇ ലേണിംഗ് ആപ്പിൽ 24/7 വർക്ക് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്. ഈ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഇനി ഇത് സ്റ്റുഡൻറ് ഇപ്പോൾ മോഡലൊക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ താല്പര്യം ഇപ്പോൾ അവർ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് പ്രകാരം അവർക്ക് അഡീഷണൽ ഡൗട്ട് ക്ലിയറൻസുകൾ വേണമെങ്കിൽ അതും ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ മോഡലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സെന്ററുകളിൽ ചെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നീറ്റ് എന്ന് പറയുന്ന ഒരു ഓഫ്ലൈൻ എക്സാം ആണ്. ഇപ്പോൾ 2025 വരെ ഒരു ഓഫ്ലൈൻ എക്സാം ആണ്. അപ്പം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഞാൻ ഓൺലൈനായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് ഞാൻ OMRൽ എഴുതുന്നതിന് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പം ഓഫ്ലൈനിൽ
ഇവർക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് അടുത്ത മെയ് മാസം വരെ ഏതൊക്കെ ഫെസിലിറ്റികൾ പ്രതീക്ഷിക്കാൻ സാധിക്കും? ശരിക്കും ഈ ഓൺലൈൻ കോഴ്സ് ഞാൻ പറഞ്ഞു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സമയം ഒട്ടും നഷ്ടമാകുന്നില്ല, യാത്രയുടെ ഒന്നും സമയങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കംഫർട്ട് സോണിലാണ് ഇരുന്ന് പഠിക്കുന്നത്. ഇതെല്ലാം അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോഴും നമുക്ക് ഫിനാൻഷ്യലി കേട്ടോ, നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് വേണ്ട കുട്ടികളോട് നമ്മളത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ വീടിന്റെ അന്തരീക്ഷമാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആ ഫിനാൻഷ്യൽ ഒരു സപ്പോർട്ട് കിട്ടുന്നതും ഓൺലൈൻ എക്സാമിന് ഒരു മെച്ചം തന്നെയാണ്. അപ്പം ഈ ഓഫ്ലൈൻ മോഡിൽ ഇവർക്ക് പരീക്ഷ എഴുതാനും അതിലൊരു പ്രാക്ടീസ് കിട്ടാനായിട്ടും എന്തൊക്കെ സപ്പോർട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത്? അത് ആദ്യമേ തന്നെ ഇപ്പൊ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഓഫ്ലൈൻ ആണെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ഓൺലൈൻ വരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ത്രൂ ക്ലാസ് മെന്റേഴ്സും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്നത് ഓക്കെയാണ്, നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത് ഓക്കെയാണ്, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു, പക്ഷേ നമ്മുടെ എക്സാമിനേഷൻ ഓഫ്ലൈൻ ആണ്. അപ്പോൾ OMR പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ആദ്യമേ തന്നെ നമ്മളുടെ ക്ലാസ്സസ് ആപ്പിൽ അവർക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അവർക്ക് ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വീക്കിലി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു OMRൻ്റെ PDF അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ സ്റ്റുഡൻസിനോടും ഫസ്റ്റ് വീക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് വെക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആപ്പിലും അതുപോലെ തന്നെ ഇവർക്ക് നടക്കുന്ന NCERT എക്സാമും അതുപോലെ നീറ്റ് വീക്കിലി എക്സാമും അവർ വീട്ടിൽ അറ്റൻഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ OMRൽ അവിടെ ബബിൾ ചെയ്ത് തന്നെ ശീലിക്കണം എന്ന് സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. അതുപോലെ നമ്മൾ എക്സാമിനേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ സമയത്തും പറഞ്ഞു, നമുക്ക് വീക്കിലി എക്സാമിനേഷൻസ് ഇപ്പം മുമ്പോട്ട് പോകെ, അതായത് ഇപ്പോൾ ഒരു ജൂലൈ മാസമൊക്കെ തൊട്ട് നമ്മുടെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസ്, സാർ നമുക്ക് 8 റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളുണ്ട്. ഈ റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളിലെല്ലാം സ്റ്റുഡൻസിന് ഈ സൺഡേ നടക്കുന്ന എക്സാമിനേഷൻ പോയി ഓഫ്ലൈൻ ആയിട്ട് എഴുതേണ്ടവർക്ക് ഓഫ്ലൈൻ ആയിട്ട് എഴുതാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സ്റ്റുഡൻസ് ഒരുപാട് പേര് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം 6100 മുകളിൽ സ്റ്റുഡൻസ് ഓൺലൈൻ ബാച്ചിലുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 3000 സ്റ്റുഡൻസോളം ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ നമുക്ക് മുമ്പോട്ട് പോകെ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്തൊക്കെ വരുന്ന മോഡൽ എക്സാമിനേഷൻസ് ഒക്കെ നമുക്ക് ക്ലാസ് തീരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ബാച്ചുകാർക്ക് മോഡലുകളുണ്ട്. ഈ മോഡൽ എക്സാമിനേഷൻസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ അവർക്ക് എക്സാമിനേഷൻ സെന്റർ കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും കോറായിട്ട് സ്റ്റുഡൻസ് എക്സാം എഴുതി ശീലിക്കേണ്ട സമയം എന്ന് പറയുന്നത് ശരിക്കും ക്ലാസ്സുകൾ തീർന്ന് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ബ്രില്യൻറ്റിന്റെ മെയിൻ മോഡൽ എക്സാമിനേഷൻസ് ആണല്ലോ. ആ എക്സാമിനേഷൻസ് എല്ലാം എല്ലാ ജില്ലകളിലും ശരിക്കും ഓരോ വർഷം ഒരു 32 മുതൽ 40 വരെ സെന്ററുകളിലാണ് കേരളത്തിൽ. ഒരു ജില്ലയിൽ തന്നെ 3-4 സെന്ററുകളൊക്കെ വരെയുള്ള ജില്ലകളുണ്ട്. അപ്പോൾ ഒരുപാട് സെന്ററുകളിൽ എക്സാമിനേഷൻ നമുക്ക് കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും എങ്ങനെ എക്സാമിനേഷൻ ഓഫ്ലൈൻ ആയിട്ട് എഴുതാനുള്ള അവർക്ക് വേണ്ട പ്രാക്ടീസ് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റൊരു അഡീഷണൽ ഫീച്ചർ കൂടെ ഉള്ളത്, ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുവാണ്, ഇപ്പോൾ അവർക്ക് ദൂരെയാണ് സെന്റർ, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിലും ദൂരെയാണ്, അല്ലെങ്കിൽ യാത്രാ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ മോഡലിന്റെ സമയത്ത് നമ്മൾ അവർക്ക് ഹോസ്റ്റലും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ക്യാമ്പസിനടുത്ത് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്ത് ഇവിടെ അവരെല്ലാ എക്സാമും നമ്മളിവിടെ കൊണ്ടുവന്ന് എഴുതിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓഫ്ലൈൻ എക്സാം എഴുതാൻ പറ്റാത്തൊരു ഷോർട്ടേജ് ഒരു കാരണവശാലും ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡന്റിന് വരാത്ത രീതിയിലാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നന്ദിത, ആര്യ, പത്മനാഭ മേനോൻ, അപ്പോൾ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ഇതിലൂടെ നമുക്ക് ഏറ്റവും ടോപ്പേഴ്സ് ഉൾപ്പെടെ എയിംസ് ഡൽഹിയിലടക്കം നമുക്ക് കാണിക്കാനായിട്ടുള്ളത്. കോഴിക്കോട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും. ആര്യ 2022 CBSE ടോപ്പറാണ്. അപ്പം അതിന് ആദ്യമായിട്ട് ക്യാമ്പസിൽ വന്നു, ഓഫ്ലൈൻ ക്ലാസ്സിനായിട്ട് വന്നു. അപ്പം അത്രത്തോളം എനിക്ക് ആ ഓഫ്ലൈൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ രീതിയിലുള്ളൊരു പഠനമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ഓൺലൈനിലോട്ട് മാറിയതാണ് ആര്യ. അത് വളരെയധികം എഫക്റ്റീവായിട്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കുട്ടി ഇത് എങ്ങനെ തിരിച്ചറിയണം, ഓൺലൈനാണ് എനിക്ക് പാകം അല്ലെ ഓഫ്ലൈനാണ് എനിക്കത്, ആ ഒരു തിരിച്ചറിവ് അയാളുടെ വിജയത്തിൽ ഒരു ഘടകം തന്നെയല്ലേ? കാരണം ഇപ്പോൾ ഓൺലൈൻ, അപ്പോൾ സാറ് പറഞ്ഞു ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. അത് അവൻ ഒന്ന് തിരിച്ചറിയണം അല്ലേ ഓൺലൈൻ എടുക്കുമ്പോൾ? അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഒരു വർഷം ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ ശരിക്കും ഒരു കോഴ്സിന് അതൊരു സീരിയസ് എന്ന് പറഞ്ഞാൽ ആ സെലക്ഷൻ ആണ് സീരിയസ്, പക്ഷെ ആ പ്രോസസ്സ് ഭയങ്കര ഹാപ്പി ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആ ഒരു സെലക്ഷൻ വളരെ സീരിയസ് ആണ്. കാരണം നമുക്ക് ഇത്രയും സമയം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു വർഷം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാക്സിമം അതിന്റെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അത് നമ്മൾ ആ സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ്
ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോസിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ ഓഫ്ലൈൻ്റെയും ഓൺലൈൻ്റെയും ഒക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാ സ്റ്റുഡൻസിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് ആലോചിക്കണം. ഇത്രയും സമയം നമുക്ക് ഇവിടെ സമയമാണ് അഡ്വാൻറ്റേജ്, അവിടെ ഓഫ്ലൈൻ എക്സാം ആണ് അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി സ്റ്റുഡൻ്റ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇപ്പം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഓൺലൈനിലെ ഈ ടോപ്പേഴ്സ്, അതായത് കേരള ടോപ്പേഴ്സ് ആയിട്ട് ഓൺലൈൻകാർ വന്ന അവരുടെ എല്ലാ എക്സ്പീരിയൻസ് വീഡിയോകളിലൊക്കെ ആ സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ആ ഒരു വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ആ ലാസ്റ്റ് എക്സാമിനേഷൻ വരെ നമ്മുടെ ഓഫ്ലൈൻ എക്സാമുകൾ എഴുതാനല്ലാതെ മറ്റൊരു കാര്യത്തിന് അവർ ആ പഠനമുറി വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു വലിയ കാര്യം. അതായത് ആ സമയമാണ് ഓൺലൈൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റിന് പറ്റണം. ആ ആത്മധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ധൈര്യമായിട്ട് എടുക്കാം. അത് നമുക്ക് ഒരു വലിയ വിജയമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ല, ഡിസ്ട്രാക്ഷൻസ് വന്നാലും ഞാൻ ഏറ്റു പോകില്ല, എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, ഞാൻ പോകുന്നത് റൈറ്റ് പാത്തിലാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് റാങ്കുകാരൊക്കെ പോയ അതേ പാത്തിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇത് കറക്റ്റാണ്, പക്ഷേ ഇനി വേണ്ടത് എൻ്റെ എഫേർട്ടാണെന്നൊരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കി തീരുമാനിച്ചതിന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നിടത്ത് ഞാൻ പറയാം ഈ ഒരു മാജിക് കോഴ്സിൻ്റെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ രക്ഷകർത്താക്കളോടും കൂടെ നമുക്കൊരു വാക്ക് പറയാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു പഠനമുറി, ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുറിയുള്ള വീടായിരിക്കാം, അല്ലെങ്കിൽ 2 or 3 ഒക്കെ മുറികളുള്ള വീടൊക്കെ ആയിരിക്കാം. എങ്കിലും രക്ഷകർത്താക്കൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഭാഗമാവേണ്ടേ? അവർക്കൊരു പഠന അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കൊടുക്കാനും അവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അതൊരു പ്രധാന കാര്യം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇപ്പം തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് ഞാൻ സാറിനോട് പറഞ്ഞു, അതായത് അവർ ആ ഒരു പഠനമുറി വിട്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അത് ഞാൻ അങ്ങനെ ഒരു മുറി എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും അതല്ലാതെ ഇപ്പം നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഉള്ള സ്റ്റുഡൻസ് ഓൺലൈൻ കോഴ്സിൽ നിന്ന് റിസൾട്ട് നേടിയെടുത്തവരുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോൾ എക്സ്പീരിയൻസ് വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാളിൽ ഇരുന്നാണ് ആ സ്റ്റുഡൻറ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഹാളാണ്, പിന്നെയുള്ള റൂം അവരെല്ലാവരും കൂടെ കിടക്കുന്ന റൂമാണ്, അവൻ ആ ഹാളിൽ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനപ്പം ഈ എക്സ്പീരിയൻസ് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മദറിനോട് ഇങ്ങനെ ചോദിച്ചു, ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നോ അതോ മുറി വേറെ എവിടെയെങ്കിലും? പറഞ്ഞു ഈ മുറി ആ ഒരു ഹാളിലിരുന്ന് അങ്ങനെ പഠിച്ചോളും, വേറെ ആളുകളൊക്കെ അവിടെ വരും, അതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണെന്ന് ഒരിക്കലും അവൻ പറഞ്ഞിട്ടില്ല, അവൻ അവിടെ ഇരുന്ന് കറക്റ്റായിട്ട് പഠിക്കും. പിന്നെ ആ ഒരു വർഷം പരമാവധി ഫാമിലി ആയിട്ട് അവിടെ വന്നിരുന്ന് അങ്ങനെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും അല്ലെ അവനെയും കൊണ്ട് അങ്ങനെ പുറത്തൊരു പോകാനുള്ള സാഹചര്യങ്ങളും പരമാവധി അവരൊഴിവാക്കിയിരുന്നു. പിന്നെ അത് അവൻ്റെ റിസൾട്ടിന് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് അവൻ അതിനൊരു റിബൽ നേച്ചർ കാണിച്ചിരുന്നുമില്ല. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞാൽ പേരൻസ് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ സ്റ്റുഡൻ്റ് അത് മനസ്സിലാക്കണം, അവൻ്റെ വിജയത്തിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നതെന്നും. പിന്നെ ആ ഒരു കോർപ്പറേഷൻ ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻറ്റേജ് സമയം, നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ള സാഹചര്യവും സമയവും യൂട്ടിലൈസ് ചെയ്യാൻ പേരൻസും സ്റ്റുഡൻസും ഒന്നിച്ച് ആ ഒരു മനസ്സോടെ ആ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും. നമുക്കിപ്പം മൊത്തമായിട്ട് അടച്ചിട്ട മുറിയിൽ ആരും കാണാതെ ഇരുന്ന് ഏകാഗ്രമായിട്ട് പഠിക്കേണ്ട പ്രോഗ്രാം ഒന്നും അല്ല. സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാളിലാണെങ്കിലും നല്ല തുറന്നിട്ട വാതിലിൽ നല്ല കാറ്റൊക്കെ കയറി നല്ല വെളിച്ചമുള്ള ഒരു മുറിയിൽ അതിനൊരു അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്നതിനകത്ത് പ്രധാനം തന്നെയാണ്. സാർ ഇപ്പം റിപ്പീറ്റേഴ്സ് 2026 ഒരു സ്ട്രക്ചറൊക്കെ നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഏതാണ്ട് ഡിസംബർ അവസാനം കൊണ്ട് നമുക്ക് ഓഫ്ലൈൻ്റെ ക്ലാസ്സുകളെല്ലാം ഒന്ന് തീർക്കണം. അതിനുശേഷം കുറച്ച് റിവിഷൻ നടത്താനായിട്ടുണ്ട് അല്ലേ? ചില കുട്ടികൾക്ക് ചില ചാപ്റ്ററുകൾ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്, അപ്പം റിവിഷൻ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ യൂണിറ്റ് എക്സാമുകൾ, കമ്പൈൻഡ് യൂണിറ്റ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ യൂണിറ്റ്, പിന്നെ ഫുൾ മോഡൽ എക്സാം, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ ഒരു അക്കാഡമിക് എന്ന് പറയുന്നത്. ഓൺലൈന് ഇത് എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് നടപ്പാക്കുന്നത്? ഓൺലൈനിന് ശരിക്കും എക്സാമിനേഷൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാറ്റർഡേകളിൽ NCERT എക്സാം, സൺഡേകളിൽ നീറ്റ് വീക്കിലി എക്സാം. അപ്പം എല്ലാ സാറ്റർഡേയും എല്ലാ സൺഡേയും അപ്പോൾ ഓൾറെഡി സ്റ്റുഡൻസിന് എക്സാമിനേഷൻ ഉണ്ട്. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അവർ എത്ര നാളിരിക്കും, ആ ത്രൂ ഔട്ട് സമയം അവർക്ക് NCERT നീറ്റ് എക്സാമിനേഷൻസ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലുണ്ട്. ഇത് കൂടാതെ നമുക്ക് എല്ലാ മന്തിലും, ഇപ്പം ജൂണിലല്ല ജൂലൈ മുതൽ എല്ലാ മന്തിലും ഒന്നെങ്കിൽ 3rd അല്ലെങ്കിൽ 4th സൺഡേ നടക്കുന്ന ഈ ഒരു വീക്കിലി എക്സാം ഉണ്ടല്ലോ, അത് നമ്മളൊരു ക്യുമുലേറ്റീവ് മോഡൽ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോഡലായിട്ട് അത് കണ്ടക്ട് ചെയ്യും. ഈ എക്സാമാണ് ഞാൻ സാറിനോട് പറഞ്ഞ അവർക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും October ഒക്കെ തൊട്ട് സെന്റർ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ എക്സാമിനേഷൻ അങ്ങനെ അവർക്ക് അറ്റൻഡ് ചെയ്യാം. ഈ രീതിയിൽ ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ജനുവരി ആദ്യത്തെ 5 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ക്ലാസ്സുകൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ജനുവരി കംപ്ലീറ്റ് നമ്മൾ ഒരു റിവിഷൻ പർപ്പസിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക.
ഫെബ്രുവരിയിൽ നമ്മുടെ മെയിൻ മോഡൽ എക്സാം അല്ലേ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസും വലിയ ഭയങ്കര എവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ നീറ്റിന് മുമ്പ് നടക്കുന്ന വലിയൊരു ഇവന്റ് ആണ് നമ്മുടെ ബ്രില്യന്റ് മോഡൽ എക്സാമിനേഷൻസ്. അത് ഓഫ്ലൈനും ഓൺലൈനും എല്ലാം ഒരുമിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അതും ഈ ഓൺലൈൻ, ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ കോഴ്സിന്റെ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ എനിക്കും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അവർ സ്റ്റുഡൻസ് ഒരു വർഷം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു മേർജ് ആവുന്ന ഒരു അവസ്ഥയുള്ളൂ ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ ആ ഒരു. അപ്പോൾ അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം ആഴ്ചയിൽ 3 എക്സാമിനേഷൻ, അതിൻ്റെ പ്രിപ്പറേറ്ററി എക്സാമിനേഷൻ എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഒരു 100-120 എക്സാമിനേഷന് മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 മാസങ്ങൾ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നത്. അത് യൂണിറ്റ് ആയിട്ട്, കോമ്പിനേഷൻ ആയിട്ട്, ഓൾ യൂണിറ്റ് ആയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ എല്ലാ എക്സാമിലൂടെയും ഓൺലൈനായോ ഓഫ്ലൈനായോ കടന്നു പോകാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഈ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാം അവർക്ക് ഇപ്പം 2 PM to 5 PM ആണെങ്കിൽ വൈകുന്നേരം 8 മണിക്ക് അതിൻ്റെ റാങ്ക് അനൗൺസ്മെൻറ്റിൽ ഈ മുഴുവൻ ബ്രില്യൻ്റ് ഈ എത്രയാണ് നമുക്ക് മൊത്തം റാങ്ക്, ഒരു പക്ഷേ ഇപ്പോൾ 25,000 സ്റ്റുഡൻസിലൊക്കെ വരുന്ന വലിയ റാങ്ക് ലിസ്റ്റിൽ അവരെവിടെയാണ്, എങ്ങനെയാണ് കോമ്പറ്റീഷൻ, അവരാ പഠിച്ച പ്രോസസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രൊവിഷനും ഈ മോഡൽ എക്സാമിനേഷൻസ് ത്രൂ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ എക്സാമിനേഷൻസ് ഓഫ്ലൈനും ഓൺലൈനും എഴുതാൻ അവർക്ക് സാധിക്കും. പിന്നെ എബ്രോഡ് ആണല്ലോ ദുബായ് സെൻട്രൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം, അതുപോലെ ബാംഗ്ലൂർ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഈ രീതിയിലെല്ലാം എക്സാമിനേഷൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ ഇവർക്ക് ഇ ലേണിംഗ് ആപ്പിന്റെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തും പരീക്ഷ തന്നെ വേണമെങ്കിൽ ഇവർക്ക് അസൈൻ ചെയ്ത് എഴുതാനുള്ള ഒരു അവസരം ഉണ്ട് താനും. ഇ ലേണിംഗ് ആപ്പ് ഇവർ സക്സസ് ആയിട്ട് ഇപ്പം സാർ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ അവർ ഇ ലേണിംഗ് ആപ്പ് എത്രത്തോളം അവർക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ? ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാത്തത് അഡ്വാൻറ്റേജ് ആയി മാറുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് അത് യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു രീതിയിലും സ്റ്റുഡൻസിന് ഉണ്ടാക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും. അതുപോലെ നമ്മുടെ ഏത് റിസൾട്ട് ഉള്ള എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് വീഡിയോയ്ക്കകത്ത് എല്ലാം, അതായത് ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ, റെസിഡൻഷ്യൽ, ലോങ് ടൈം, ക്രാഷ്, BTS, ഏത് സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ എടുത്താലും ഉറപ്പായിട്ടും ഇ ലേണിംഗ് ആപ്പിന് അവിടെ എന്തെങ്കിലും ഒരു പാർട്ട് പ്ലേ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് ആപ്പ് ആക്ടിവേറ്റ് ആയി ഉടനെ സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്നത് ഇ ലേണിംഗ് ആപ്പ് എപ്പോൾ ആക്ടിവേറ്റ് ആവും എന്നാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, സ്റ്റുഡൻസിന് ആ ഒരു ആപ്ലിക്കേഷനോടുള്ള ഒരു എന്താ പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു അത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്താണ് ഇതിനകത്തുള്ളതെന്നുള്ളത് ഞാൻ സാറിനോട് ആദ്യമേ പറഞ്ഞു. അതായത് നമുക്ക് ഇ ലേണിംഗ് ആപ്പിൽ നമുക്ക് പ്രീവിയസ് ഇയർ ആയി 3-4-5 വർഷത്തെ ക്ലാസ്സുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ ശരിക്കും ഈസി, മീഡിയം, ഹാർഡ്, നീറ്റ് എന്നുള്ള 4 ലെവലിൽ ക്വസ്റ്റ്യൻസ്, അതും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഈ 84 ചാപ്റ്റർ എല്ലാത്തിൻ്റെയും ഈസി, മീഡിയം, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ അവർക്ക് ഞാനൊരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഇ ലേണിംഗ് ആപ്പിൽ ചുമ്മാ ലോഗിൻ ചെയ്ത് നോക്കി ഇതൊക്കെ ഞാൻ സ്റ്റുഡൻസ് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് തീരും എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഫോൾഡേഴ്സിലൂടെ നമ്മൾ കടന്ന് പോയി തീരില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുപോലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സോൾഡ്. അതുകൂടാതെ അവർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ്, അത് കസ്റ്റം എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഇപ്പോൾ ഓരോ വീക്കിനും, ഇപ്പോൾ ഓരോ ഓഫ്ലൈനിലെ ഒരു ഗ്രൂപ്പിനാണെങ്കിലും ഓൺലൈൻ്റെ ഒരു ഗ്രൂപ്പിനാണെങ്കിലും പല ടോപ്പിക്കുകളായിരിക്കും എക്സാമിനേഷന് വരും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഈ മൺഡേ തന്നെ അറിയാം നെക്സ്റ്റ് സാറ്റർഡേ അല്ലെ സൺഡേയിൽ എന്താണ് എക്സാം. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഇന്ന് തന്നെ ഇ ലേണിംഗ് ആപ്പിൽ കയറി ഈ ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ക്വസ്റ്റിൻ്റെ എണ്ണം സെലക്ട് ചെയ്ത് കൊടുത്ത് അതെനിക്ക് ഈസി വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ, അതോ ഇനി 5 എണ്ണം ഹാർഡ് മതിയോ, 5 എണ്ണം ഈസി മതി, ഇങ്ങനെയുള്ള നമുക്കത് സെലക്ട് ചെയ്ത് ഒരു എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കുന്ന ഒരു, അപ്പോൾ ഇപ്പോൾ 5 ദിവസവും വേണമെങ്കിൽ നമുക്ക് ഇതേ ചാപ്റ്ററിൽ നിന്നുള്ള എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്ത് ആ 3 മണിക്കൂർ വെച്ചൊക്കെ പോകാനായിട്ട് വരും. ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇ ലേണിംഗ് ആപ്പ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഡൗട്ട് ക്ലിയറൻസിന്റെ സമയത്ത് പറഞ്ഞ കാര്യം 24/7 വർക്ക് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് അവർക്ക് ഇനിയിപ്പം ഇമേജ് ആയിട്ടോ അല്ലെ ഓഡിയോ ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അവരുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്യാം. അതിന് നമ്മുടെ ഡയറക്റ്റ് പ്രൊഫസേഴ്സ് തന്നെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും 24 hours. അപ്പോൾ അതെല്ലാം ഇ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അസറ്റാണ്. ഈ ഓൺലൈൻ സ്റ്റുഡൻസിന് അത് ഉപയോഗിക്കാൻ ഏറ്റവും സാധ്യതയുണ്ട്, അവരെപ്പോഴും ഓൺലൈനിലാണല്ലോ. തീർച്ചയായും.
അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോൺ കേരളൈറ്റ് ബാച്ചുകളായിട്ട് തന്നെ ഓൺലൈൻ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് മാത്രമുള്ള മീഡിയം വേണമെന്ന് തോന്നുന്നവർക്ക് നോൺ കേരളൈറ്റ് ആയിട്ടും ഓൺലൈൻ ഉണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായും നോൺ കേരളൈറ്റ് ബാച്ച് ഉണ്ട്. അപ്പോൾ അത് ലൈവ് ക്ലാസ്സുകൾ ഈ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ഓൺലൈൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഈ രണ്ട് ബാച്ചുകൾക്കും അതായത് ഡിഫറൻസ് ഒന്നുമില്ല. നോൺ കേരളൈറ്റോ കേരളൈറ്റോ രണ്ടിനും അത് ബാധകമാണ്. ഓക്കെ ഓക്കെ. ഇപ്പം നമുക്ക് brilliantpala.org എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുകയും അതിനകത്ത് ഓൺലൈൻ ചൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിവിധ സ്കോളർഷിപ്പുകളെല്ലാം ഓഫ്ലൈൻ്റെ അതുപോലെ തന്നെയാണോ ആ പ്രോഗ്രാമും അസൈൻ ചെയ്തിരിക്കുന്നത്? അല്ലാതെ സ്കോളർഷിപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ തമ്മിൽ നമ്മളെന്നെ സംബന്ധിച്ചോളം ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് സ്കോളർഷിപ്പിലായിക്കോട്ടെ മാർക്ക് ഓൺലൈനിന് ശരിക്കും മാർക്ക് ക്രൈറ്റീരിയ ഇല്ല. പാസ്സായ ഏത് സ്റ്റുഡന്റിനും കോഴ്സിൽ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും കുറഞ്ഞ ഫീസുമാണ് അല്ലെ? ട്യൂഷൻ ഫീസ് ഏറ്റവും കുറഞ്ഞതുമാണ് ഓൺലൈൻ. ശരിക്കും മെറ്റീരിയൽ ഫീസും രജിസ്ട്രേഷൻ ഫീസും പിന്നെ കോഴ്സ് ഫീസും കൂടെ മുഴുവൻ GST എല്ലാം ഉൾപ്പെടെ 35,000 രൂപയെ സ്റ്റുഡൻസിന് വരുന്നുള്ളൂ. അതും അവർ എല്ലാ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റി ഉൾപ്പെടെ 35,000 GST ഉൾപ്പെടെയാണ്. ഇനി അല്ല അതൊന്നിച്ചാണ് ഒരു സ്റ്റുഡന്റ് അടയ്ക്കുന്നതെങ്കിൽ അവർക്ക് പിന്നെയും 2,000 അതിനകത്ത് റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ പിന്നെ സ്കോളർഷിപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ ഓഫ്ലൈനിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും മാർക്ക് വെച്ചിട്ട് നീറ്റിന്റെ സ്കോർ അനുസരിച്ചിട്ടും ഇവിടെ പഠിച്ച കുട്ടികൾക്ക് റിപ്പീറ്റേഴ്സ് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ലോങ് ടൈമിന്റെ സ്കോളർഷിപ്പ്, ക്രാഷിന്റെ സ്കോളർഷിപ്പ്, നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ്, അങ്ങനെ എല്ലാ സ്കോളർഷിപ്പുകളും അത് എല്ലാ കോഴ്സിന്റെ ഒരു കോമൺ രീതിയാണല്ലോ. അതുപോലെ നമുക്കിനി ഇത് ഇപ്പം ഞാൻ പറഞ്ഞു, അതായത് ഇപ്പം ഫീസ് കുറവാണ് എങ്കിൽ പോലും ഇനി നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേരൻ്റ് ആണ്, നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ഹാർഡ് കോപ്പി ആയിട്ടൊക്കെ മെറ്റീരിയൽ മേടിക്കുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് നമുക്കറിയാം ചിലർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള കേസ് ആണ് എങ്കിൽ അതും പരിഗണിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻറ് മൈത്രി പ്രോഗ്രാമിനകത്ത് ഓൺലൈൻ കോഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടുന്ന് അന്വേഷിച്ചതിന് ശേഷം അത് ആ സ്റ്റുഡൻറ്റിന് ജെനുവിൻ ആയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ കൺസെഷനിലും അവർ വരും. അദ്ദേഹം പറഞ്ഞപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ അങ്ങനെ ശരിക്കും ഒരു ഡിഫറൻസ് അങ്ങനെ ഇല്ല. പിന്നെ സ്റ്റുഡൻസിന്റെ ആ ഒരു എന്താ പറയുക മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും റിപ്പീറ്റേഴ്സ് 2026 ഓൺലൈൻ മോഡിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ലോകത്ത് എവിടെ ഇരുന്നും ബ്രില്യൻറ്റിന്റെ എല്ലാ ഫെസിലിറ്റികളും എല്ലാ ഫീച്ചേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു വലിയ സംവിധാനം തന്നെയാണ് റിപ്പീറ്റേഴ്സ് 2026 ഓൺലൈൻ മോഡിലും ഒരുക്കിയിരിക്കുന്നതെന്ന് സാർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി തീരുമാനം നിങ്ങളുടേതാണ്. കാരണം 2024 വരെയുള്ള വിജയം അത് ഓഫ്ലൈൻ മോഡിലാണെങ്കിലും ഓൺലൈൻ മോഡിലാണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് അതിൻ്റെ ടോപ്പേഴ്സിനെ ഉൾപ്പെടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2025 ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു വേർതിരിവില്ലാതെ തന്നെ നമുക്ക് വിജയികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റേഴ്സ് 2026 ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ എൻട്രൻസിൻ്റെ വിജയം അത് മലയാളി ജനതകൾക്കറിയാം, അത് ബ്രില്യൻറ്റിൻ്റെ വിജയമാണ്. ബ്രില്യൻറ്റ് അതിനകത്ത് തനതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളുടെ ടാർഗറ്റ് നീറ്റ് ആണെന്നുണ്ടെങ്കിൽ brilliantpala.org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.